മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ സഹോദരങ്ങൾ ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായി. ചാമക്കല സ്വദേശികളായ വൈഷ്ണവ്, ജിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ കുറ്റിപ്പുറം റോഡിൽ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെ വ്യാഴാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡിലെ കുഴികളടയ്ക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. ചാലക്കുടി കൂടപ്പുഴയിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് വ്യാപാരി മരിച്ചു. ചാലക്കുടി മാർക്കറ്റ് റോഡിൽ വ്യാപാരി എലഞ്ഞിപ്പുറ സ്വദേശി ഫ്രാൻസിസ് ആണ് മരിച്ചത്. ചാവക്കാട് തിരുവത്രയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 2 പേർക്ക് പരിക്ക്. ചേലക്കര ഉതുവടിയിൽ ഒരു സംഘം ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. വെങ്ങാനല്ലൂർ സ്വദേശി നെല്ലിപ്പറമ്പിൽ അനീഷിനാണ് മർദ്ദനമേറ്റത്. ഓട്ടോറിക്ഷയും തല്ലി തകർത്തു. മാളയിൽ സ്വകാര്യ വ്യക്തിയുടെ വഴി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടവരിച്ചതിൽ വീഴ്ച സംഭവിച്ചതായി തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ്മാൻ. തൊഴിലാളികൾക്ക് നൽകിയ വേതനം ഉദ്യോഗസ്ഥർ 15 ദിവസത്തിനകം തിരിച്ചടയ്ക്കണമെന്നും നിർദ്ദേശം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. മൂർക്കനാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ നടന്ന ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ സഹോദരങ്ങളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ചാമക്കല ചക്കുഞ്ഞി കോളനി സ്വദേശി ചക്കനാത്ത് വീട്ടിൽ ഇച്ചാവ എന്ന വൈഷ്ണവ്, അപ്പു എന്ന ജിഷ്ണു എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷ്, ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പിയിലെ ഒളിത്താവളം വളഞ്ഞാണ് ഇരുവരെയും പിടികൂടിയത്. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായ പ്രതികൾ നേരത്തെ കാട്ടൂരിൽ പോലീസ് നൈറ്റ് പെട്രോൾ സംഘത്തിന് നേരെ വാൾവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ജില്ലയിലെ 7 സ്റ്റേഷനുകളിലായി 13ഓളം ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ BK അരുൺ, ഇരിങ്ങാലക്കുട SI K അജിത്, ASI സൂരജ് V ദേവ്, സീനിയർ CPOമാരായ KJ ഷിൻഡോ, സോണി സേവ്യർ, KS ഉമേഷ്, ES ജീവൻ, ബിനുരാജ് തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പട്ടാമ്പി പാലക്കാട് നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇവരുടെ പേര് ജിഷ്ണു അലാസ് അപ്പു, വൈഷ്ണവ് അലാസ് ഇച്ചാവാണ്. ജിഷ്ണു 3 308 IPC, 1 307 IPC മുനിസിപ്പൽ ഹെഡ് കേസിൽ ഇവിടെ പ്രതിയാണ്. വൈഷ്ണവ് 3 308 IPC, 2 307 IPC, 436 IPC കേസിനോട് പ്രതിയാണ്. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെ വ്യാഴാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡിലെ കുഴികളടയ്ക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചൂണ്ടൽ ജംഗ്ഷനിൽ നിന്നും ഗുരുവായൂർ റോഡിലേക്ക് കയറി മറ്റം വഴി കേച്ചേരിയിലെത്തി യാത്ര തുടരണം. തൃശൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കേച്ചേരി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ചൂണ്ടൽ ആളൂർ റോഡ് വഴി ചൂണ്ടൽ ജംഗ്ഷനിലെത്തി യാത്ര തുടരണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ രാപ്പകൽ സമരം സമാപിച്ചു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂണ്ടലിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരത്തിന്റെ സമാപന യോഗം മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കോൺഗ്രസ് നേതാക്കളായ RM ബഷീർ, P മാധവൻ, ആന്റോ പോൾ, ബാലചന്ദ്രൻ പൂലോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി കൂടപ്പുഴയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് വ്യാപാരി മരിച്ചു. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ CD പ്ലാസ്റ്റിക്സ് ഉടമ എലഞ്ഞിപ്പുറ സ്വദേശി ചിറപ്പണത്ത് 65 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. കൂടപ്പുഴ തിരുമാന്താംകുന്ന് ജംഗ്ഷന് സമീപം ഫ്രാൻസിസ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് സ്വകാര്യ ബസ്സിനെ മറികടക്കുന്നതിനിടയിലായിരുന്നു അപകടം. പരിയാരത്തു നിന്നും ചാലക്കുടി ടൗണിലേക്ക് പോയിരുന്ന മറ്റൊരു ബൈക്കും ഇതേ സമയം ബസ്സിനെ മറികടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഹാൻഡിൽ തട്ടി നിയന്ത്രണം വിട്ട ഫ്രാൻസിസ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡിലേക്ക് തെറിച്ചു വീണു. ഉടൻ തന്നെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ പ്പെട്ട ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചുമാറ്റിയ ഗുഡ്സ് ഓട്ടോ നിയന്ത്രണം തെറ്റി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. അതിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളിയായ യുവാവിന് നിസ്സാര പരിക്കേറ്റു. ഇലക്ട്രിക് കമ്പികൾ റോഡിൽ പൊട്ടി വീണതറിഞ്ഞ് ഉടനെ KSEB ഉദ്യോഗസ്ഥർ പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് അപകടം ഒഴിവാക്കി. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ കമ്മിറ്റി അംഗമാണ് മരിച്ച ഫ്രാൻസിസ്. ചാവക്കാട് തിരുവത്ര പുതിയറയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായി 2 പേർക്ക് പരിക്ക്. കാസർകോട് കാഞ്ഞങ്ങാട് സ്വദേശികളായ ഇർഷാദ്, ആസിഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പൊന്നാനി ഭാഗത്തു നിന്നും ചാവക്കാട്ടേക്ക് പോവുകയായിരുന്ന ലോറിയും ചാവക്കാട് നിന്ന് വന്നിരുന്ന കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ചേലക്കര ഉതുവടി പള്ളിക്ക് സമീപം ഒരു സംഘം ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. വെങ്ങാനല്ലൂർ സ്വദേശി നെല്ലിപ്പറമ്പിൽ അനീഷിനെ മർദ്ദിക്കുകയും ഓട്ടോറിക്ഷ തല്ലി തകർത്തതുമായാണ് പരാതി. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ചേലക്കരയിൽ നിന്നും ഓട്ടം വിളിച്ച വാഹനം വെയിറ്റ് ചെയ്യിക്കുകയും പിന്നീട് വീണ്ടും ഓട്ടം പോകാൻ പറഞ്ഞപ്പോൾ സാധിക്കില്ലെന്ന് പറഞ്ഞ് തന്നെ അസഭ്യം പറയുകയും മറ്റാളുകളെ വിളിച്ചുവരുത്തി കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും ഓട്ടോറിക്ഷ തല്ലി തകർക്കുകയും ചെയ്തുവെന്നായിരുന്നു പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത്. മർദ്ദനമേറ്റ അനീഷ് ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആളെന്റെ കഴുത്തിന് പിടിച്ചു. അപ്പൊ ഞാൻ കൈ തട്ടി മാറ്റിയപ്പോൾ ആള് മുഖത്തടിച്ച് എണ്ണാക്കി മാറ്റി. സംഭവം വളച്ചൊടിച്ചു. അതിനുശേഷം പുള്ളിയുടെ ആളുകൾ വിളിച്ചു കൊണ്ടുവന്ന ഒരു 15-18 മേലെ ആളുകളുണ്ട്. എന്നെ വളഞ്ഞിട്ട് തല്ലി. മാള പഞ്ചായത്ത് ആസ്തി ഫണ്ടിൽ ഉൾപ്പെടുത്താത്ത സ്വകാര്യ വഴി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ട വിരിച്ചതിൽ ഉദ്യോഗസ്ഥർക്കും വാർഡ് മെമ്പർക്കും വീഴ്ച സംഭവിച്ചതായി തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ്മാൻ. മാള കിഴക്കനങ്ങാടി മാമ്പിള്ളി റോഡ് കട്ടവിരിക്കൽ പദ്ധതിയുടെ പേരിൽ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ജില്ലാ ഓംബുഡ്സ്മാൻ KV അബ്ദുൽ അസീസ് വ്യക്തമാക്കി. സംഭവത്തിൽ പൊതുപ്രവർത്തകനായ ജോയ് മാതിരപ്പള്ളിയാണ് ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. മൊഴിയെടുത്ത ശേഷം ഓംബുഡ്സ്മാൻ KV അബ്ദുൽ അസീസ് സ്ഥലം സന്ദർശിച്ചു. റോഡ് തെരഞ്ഞെടുത്തപ്പോൾ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. വാർഡംഗം പറഞ്ഞതനുസരിച്ചാണ് കട്ട വിരിച്ചതെന്ന് അക്രഡിറ്റഡ് എഞ്ചിനീയർ മൊഴി നൽകിയിരുന്നു. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്റർ പരിശോധിച്ചിരുന്നുവെങ്കിൽ ഗുരുതരമായ വീഴ്ച സംഭവിക്കില്ലായിരുന്നു. കട്ട വിരിക്കുന്നതിന് വേതനമായി നൽകിയ 3996 രൂപ ഉദ്യോഗസ്ഥർ 15 ദിവസത്തിനകം തിരിച്ചടയ്ക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പദ്ധതിക്ക് വേണ്ടിവന്ന 4,51,398 രൂപയിൽ 3,996 രൂപ മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ചെലവഴിച്ചിട്ടുള്ളൂവെന്ന് ഓംബുഡ്സ്മാൻ കണ്ടെത്തി. ഓംബുഡ്സ്മാന്റെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആസ്തിയിലില്ലാത്ത വഴി കട്ടവിരിച്ചതടക്കമുള്ള മുൻവർഷങ്ങളിലെ പദ്ധതികൾ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരൻ പറഞ്ഞു. മാള കുളത്തിന്റെ സൈഡിൽ നിന്ന് ഇടത്തോട്ട് പോകുന്നു. അതൊരു 364 മീറ്ററാണ് മാള പഞ്ചായത്തിന്റെ ആസ്തിയുള്ളത്. അതിന്റെ സൈഡിൽ ഒരു ബൈ റോഡ് പോകുന്നുണ്ട്, ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ. ആ ബൈ റോഡ് 110 മീറ്ററാണ് നീളം. അതായത് അവരുടെ സ്വന്തം സ്ഥലം, ഓൺ പ്രോപ്പർട്ടി. അതിൽ കൂടെ ഒരു വഴിയിട്ടാണ് മാള പള്ളിക്ക് ഒരു 9 സെന്റ് ഭൂമി പാവപ്പെട്ടവർക്ക് വീട് പണിയാൻ അവർ കൊടുത്തിരുന്നു. അത് ഈ കഴിഞ്ഞ വർഷം അവരാരും അറിഞ്ഞില്ല. അവരെല്ലാവരും എറണാകുളത്തായിരുന്നു. മാള പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാള പഞ്ചായത്തിന്റെ 17ാം വാർഡിൽ ഇംപ്ലിമെന്റ് വർക്ക് അവിടെ നടന്നു. അതിന് ഗാന്ധിജി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവിടെ ഒരു ബോർഡ് കൊണ്ടുവച്ചു. ഇത് ഗാന്ധിജി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 4,89,697 ചെലവാക്കിയതെന്ന് ബോർഡ് കൊണ്ടുവച്ചു. ഇത് കണ്ടിട്ടാണ് ഈ പറമ്പിന്റെ ഉടമസ്ഥൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു പോയി. അവരും പറയാണ്ട് അവരുടെ ഭൂമി അവരറിയാണ്ട് അവരുടെ വഴി കട്ട വിരിച്ചു കൊടുത്തേക്കണം. അങ്ങനെ അവര് മാള പഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തു. അടുത്ത് പത്രവാർത്തയിൽ വന്നു. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തൃശ്ശൂർ ജില്ലാ ഓംബുഡ്സ്മാൻ, അതായത് തൊഴിലുറപ്പിന്റെ ഓംബുഡ്സ്മാൻ ഒരു പരാതി കൊടുത്തിട്ട് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അപമാനിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശി ശംഭുനാഥ് കർമാക്കറാണ് പിടിയിലായത്. കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം കഴിഞ്ഞ ദിവസമാണ് സംഭവം. സ്കൂളിലേക്ക് പോവുകയായിരുന്ന കുട്ടിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ കരച്ചിൽ കേട്ട് നാട്ടുകാരെത്തി ശംഭുനാഥിനെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ചേലക്കരയിൽ വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര ചീപ്പാറ വീട്ടിൽ സിയാദ് സാജിദ ദമ്പതികളുടെ മകൻ 10 വയസ്സുള്ള അസീമാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ട് ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നുകുളം തുറക്കുളം മത്സ്യമാർക്കറ്റിനെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വ്യക്തമാക്കി. മാർക്കറ്റിൽ അഴുകിയ മത്സ്യം വിൽക്കുന്നതായുള്ള സാമൂഹിക മാധ്യമത്തിൽ വന്ന ദൃശ്യങ്ങൾ സംബന്ധിച്ച് വിഷയം കൌൺസിലർമാരായ ബിജു സി ബേബി, ബീന രവി എന്നിവരാണ് കൌൺസിലിൽ വിഷയമുന്നയിച്ചത്. തുറക്കുളം മാർക്കറ്റിൽ അഴുകിയ മത്സ്യം വിതരണം ചെയ്യുന്നില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ എന്നിവർ വ്യക്തമാക്കി. MLA ഫണ്ട് ഉപയോഗിച്ച് മധുരക്കുളത്തിന് സമീപം നഗരസഭ നിർമ്മിക്കുന്ന CV ശ്രീരാമൻ സ്മാരക കെട്ടിട സ്ഥലത്തിന്റെ രേഖയെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ വാക്കുതർക്കം നടന്നു. സ്ഥലം റവന്യൂ പുറമ്പോക്കാണെന്ന് വിവരാവകാശ രേഖ ഉയർത്തി കോൺഗ്രസ് കൌൺസിലർമാർ രംഗത്തെത്തി. എന്നാൽ സ്ഥലം നഗരസഭയ്ക്ക് അവകാശപ്പെട്ട സർക്കാർ പുറമ്പോക്കാണെന്ന് ചെയർപേഴ്സണും വാദിച്ചു. വയനാട് പുനരുദ്ധാരണത്തിനായി 10 ലക്ഷം രൂപ നൽകാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു.
സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കൂടിയാട്ടം അഭ്യസിച്ച വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റം നടന്നു. കുലശേഖരവർമ്മൻ രചിച്ച സുഭദ്ര ധനഞ്ജയം നാടകത്തിലെ ചേടി പുറപ്പാട് അവതരിപ്പിച്ചാണ് രമിത, അനു, കീർത്തന, ദേവിക, ശിവനന്ദ എന്നീ വിദ്യാർത്ഥിനികൾ അരങ്ങേറ്റം കുറിച്ചത്. കലാമണ്ഡലം സീതാലക്ഷ്മിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ പഠനം നടത്തിയത്. മിഴാവിൽ കലാമണ്ഡലം TS രാഹുൽ, കലാമണ്ഡലം അഭിഷേക്, ഇടക്കയിൽ കലാമണ്ഡലം നിഖിൽ ബാലകൃഷ്ണൻ, കലാമണ്ഡലം സുമിത, മാർഗി, അശ്വതി എന്നിവർ പിന്നണിയിൽ പ്രവർത്തിച്ചു. അരങ്ങേറ്റത്തിന് ശേഷം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് വിദ്യാർത്ഥിനികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. തൃശൂർ ജില്ലാ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കോർഡിനേറ്റർ സുബീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ശക്തമായ കാറ്റിലും മഴയിലും കൂറ്റൻ മാവ് കടപുഴകി വീണു. തിരുവത്ര കോട്ടപ്പുറം നാലകത്ത് ഹനീഫിയുടെ വീടിന്റെ മുൻവശത്തുള്ള മാവാണ് കടപുഴകി വീണത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. പറപ്പൂക്കര കൊളത്തൂർ പാടശേഖരത്തിൽ പതിവായി സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്നത് പരിസരവാസികൾക്കും കർഷകർക്കും ദുരിതമായി. ദേശീയപാതയോരത്തുള്ള പാടശേഖരത്തിന്റെ പല ഭാഗങ്ങളിലായാണ് രാത്രികാലങ്ങളിൽ സെപ്റ്റിക് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത്. പാടശേഖരത്തിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ മാലിന്യം കലരുന്നത് സമീപത്തെ കിണറുകൾ മലിനപ്പെടുത്തുവാനും കാരണമാകുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു. ഷൺമുഖം കനാലിന് കുറുകെ ഇരിങ്ങാലക്കുട നഗരസഭയെയും പൂമംഗലം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കളത്തുംപടി പാലം എന്ന ചവിട്ടുപാലം പുനർനിർമ്മിക്കുന്നു. അപകടാവസ്ഥയിലായ നിലവിലെ പാലം പൊളിച്ചുമാറ്റി അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ പാലം നിർമ്മിക്കുക. സംസ്ഥാന സർക്കാർ 2024-25 വർഷത്തെ ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ചാണ് പാലം പുനർനിർമ്മിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി മണ്ണ് പരിശോധനയ്ക്ക് തുടക്കമായി. പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമാക്കി പാലം നിർമ്മാണം പൂർത്തിയാക്കും. 5 പടികൾ കയറി വേണം 1 മീറ്റർ വീതിയുള്ള പാലം കടന്ന് പൂമംഗലം പഞ്ചായത്തിൽപ്പെട്ട കനാൽ കിഴക്കേ ബണ്ട് റോഡിലെത്താൻ. പാലത്തിലൂടെ നടന്നുപോകാൻ കഴിയും എന്നല്ലാതെ സൈക്കിൾ പോലും ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. ഷൺമുഖം കനാൽ കിഴക്കേ ബണ്ടിനു സമീപം എടക്കുളം പെരുവല്ലിപ്പാടം വരെ വഴി വന്നു നിൽക്കുന്നുണ്ട്. ഇത് കിഴക്കേ ബണ്ട് റോഡിലെത്തിച്ച് പാലം കടന്നാൽ വേളൂക്കര പഞ്ചായത്തിലെ ഐക്കരക്കുന്ന് പ്രദേശത്തുള്ളവർക്കും എടക്കുളം കിഴക്കുഭാഗത്തുള്ളവർക്കും എളുപ്പം നഗരത്തിലെത്താൻ സാധിക്കും. ഐക്കരക്കുന്ന് ഭാഗത്ത് താമസിക്കുന്നവർ കോലോത്തുംപടി വഴി ചന്തക്കുന്നിലെത്തിയും എടക്കുളത്തുള്ളവർ ചേലൂർ വഴിയും കിലോമീറ്ററുകൾ താണ്ടി വേണം ഇരിഞ്ഞാലക്കുടയിലെത്താൻ. പാലം യാഥാർത്ഥ്യമായാൽ നിലവിലുള്ള ചുറ്റൽ ഒഴിവാക്കാൻ ഇരു പഞ്ചായത്തിലുള്ളവർക്കും സാധിക്കും. ചവിട്ടുപാലം പൊളിച്ച് വീതി കൂട്ടി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്ന തരത്തിൽ പാലം പുനർനിർമ്മിക്കണമെന്ന് കാലങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമായിരുന്നു. TCV ഇരിഞ്ഞാലക്കുട. ചെണ്ട വാദ്യകലയുടെ പാരമ്പര്യ തറവാട്ടിൽ നിന്നും മേളപ്പെരുക്കത്തിന്റെ വാദ്യലോകത്തേക്ക് കുട്ടിക്കയറി അനാമി രഞ്ജിത്ത്. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന പഞ്ചാരിമേളം അരങ്ങേറ്റത്തിലാണ് ആസ്വാദകരെ ആവേശത്തിലാക്കി 4 വയസ്സുകാരി 1 മണിക്കൂറോളം നാദവിസ്മയം തീർത്തത്. പ്രശസ്ത മേളകലാകാരനും 1000-ലധികം ശിഷ്യസമ്പത്തുമുള്ള മച്ചാട് രഞ്ജിത്തിന്റെ മകളാണ് അനാമിക. ഗുരുവായ രഞ്ജിത്തിനൊപ്പം 3ാം കാലത്തിൽ താളമിട്ടപ്പോൾ അമ്മയും മേളകലാകാരിയുമായ മിഥിലയും മുത്തച്ഛനും പ്രശസ്ത മേളകലാകാരനുമായ മച്ചാട് ഉണ്ണിയും കൂട്ടരും വലന്തലയിൽ പുറകിൽ നിന്നു. പഠനം പൂർത്തീകരിച്ച ഏറ്റവും പുതിയ നിരയിൽ 11 പേരാണ് അരങ്ങേറ്റം കുറിച്ചത്. മച്ചാട് രഞ്ജിത്തിനെയും മച്ചാട് ഉണ്ണിയെയും മുൻ വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ KA തുളസി ആദരിച്ചു. ക്ഷേത്രക്ഷേമസമിതി ഭാരവാഹികളായ പാലിശ്ശേരി രഘു, AC കണ്ണൻ, സുരേഷ് എംബ്രാന്തിരി, ക്ഷേത്രം ഇളയത് അരീക്കര ഇല്ലത്ത് കൃഷ്ണകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. മറ്റത്തൂർ കൊടുങ്ങയിൽ തെരുവുനായ് ശല്യം രൂക്ഷമാകുന്നു. കൊടുങ്ങ വെള്ളിക്കുളങ്ങര റോഡിന്റെ വശത്തും പോത്തഞ്ചിറ അമ്പനോളി റോഡിലും തെരുവുനായ്ക്കൾ കൂട്ടമായി തമ്പടിക്കുന്നതിനാൽ ഭയന്നാണ് നാട്ടുകാർ ഇതുവഴി കടന്നുപോകുന്നത്. തെരുവുനായ് ശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അഗതിയൂർ കലശമല ഈക്കോ ടൂറിസം പദ്ധതിയുടെ സമീപത്തെ വലിയ പാറകൾ മേഖലയിലെ നിവാസികൾക്ക് ഭീഷണിയാകുന്നു. പാറയ്ക്ക് വിള്ളലുകൾ ഉള്ളതിനാൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിവീഴുമെന്ന ആശങ്കയിലാണ് 20ഓളം കുടുംബങ്ങൾ. ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS സുമേഷിന്റെ പരാതിയെ തുടർന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പരിശോധനയിൽ പാറ അപകടകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് കണ്ടെത്തി. പാറ പൊളിച്ച് നീക്കം ചെയ്യേണ്ടതുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തി. പാറയ്ക്ക് അടിവശത്തായി കോൺക്രീറ്റ് റോഡ് പണിതതാണ് വിള്ളൽ രൂക്ഷമാകാൻ കാരണമെന്നും ആരോപണമുണ്ട്.
ഏനമാക്കൽ പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിവസമായ വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലി നടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് മാള പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VA നദീർ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, ആന്റണി പയ്യപ്പള്ളി, TS ഷാജി, CK സുധി തുടങ്ങിയവർ സംസാരിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം തിരിച്ചടിയേറ്റ് ചക്ക ഉൽപ്പന്നങ്ങൾ. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണി പ്രതിസന്ധിയിൽ. സ്ക്വാഷ്, പുട്ടുപൊടി, അലുവ, അച്ചാർ, ചമ്മന്തിപ്പൊടി, അവലോസുണ്ട തുടങ്ങി നിരവധി വിഭവങ്ങളാൽ സമൃദ്ധമാകാറുണ്ട് ചക്കക്കാലത്തിന് ശേഷമുള്ള അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണി. ചക്ക കൊണ്ടുണ്ടാക്കിയ ഭക്ഷ്യസാധനങ്ങൾക്ക് വിൽപ്പനയിൽ വലിയ തിരിച്ചടി നേരിട്ടുവെന്ന് ചെറുകിട കച്ചവടക്കാർ പറയുന്നു. ചക്ക ഇനങ്ങൾ മാത്രം വിൽപ്പന നടത്തുന്ന ഏജൻസികൾ പലതും ഇതിനകം പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞു. കനത്ത മഴ ഇക്കുറി വിനോദസഞ്ചാരത്തിന് ഏൽപ്പിച്ച ആഘാതത്തെ തുടർന്നാണ് ചക്ക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന 4-1 കുറഞ്ഞത്. കുടുംബശ്രീ പ്രവർത്തകർ പലയിടത്തായി ആരംഭിച്ച ചക്ക ഉൽപ്പന്നങ്ങളുടെ കച്ചവടവും നിലച്ച മട്ടാണ്. നിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിയതും ഇവർക്ക് ദോഷമായി. അതിരപ്പള്ളി പഞ്ചായത്തിലെ മികച്ച ചക്ക ഉൽപ്പന്ന സംരംഭകനായ NK മുരളി വെറ്റിലപ്പാറയിലെ തന്റെ ഗോൾഡൻ ജാഗ് കേന്ദ്രത്തിൽ മോശം അവസ്ഥയാണെന്ന് പറയുന്നു. ജീവനക്കാരെ നിലനിർത്താനുള്ള പെടാപ്പാടിലാണ് 10 വർഷമായി ചക്ക വിപണന മേഖലയിൽ തുടരുന്ന മുരളി. വിപണി വളരെ മോശമാണ്. വ്യാപകമായിട്ട് ഇങ്ങനെ കേരളത്തില് ചക്ക യൂണിറ്റുകൾ വരലും കൂട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വന്ന പിന്നെയാണ് നമുക്ക് സെയിൽ കുറയാൻ കാരണം. സെയിൽ കുറയുമ്പോൾ കർഷകർക്ക് ബുദ്ധിമുട്ടാണ്. കർഷകർ തിരഞ്ഞെടുക്കുന്ന ചക്കകളുടെ ക്വാണ്ടിറ്റി കുറയും. അതേമാതിരി ഇവിടുത്തെ ജീവനക്കാരെ നമ്മൾ കുറയ്ക്കേണ്ടി വരും. പല ആളുകൾക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. വിപണി ഒന്ന് കയറി കിട്ടിയാലാണ് നമുക്കിത് തിരിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഇത്രയും കാശ് മുടക്കി ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇടുക്കി, കുമളി എന്നിവിടങ്ങളിൽ നിന്നും ഇക്കാലത്താണ് ചക്കകൾ എത്താറുള്ളത്. എന്നാൽ അവിടെയും ഇപ്പോൾ വറുതിയുടെ കാലമാണ്. പ്രാദേശികമായി കൃഷി ചെയ്യുന്ന സങ്കരയിനം പ്ലാവുകളുടെ ചക്കകളാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ആശ്രയം. ഇവ കൊണ്ട് തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓണക്കാലത്തെങ്കിലും പച്ച പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മേഖലയിലെ സംരംഭകർ. TCV ന്യൂസ്, ചാലക്കുടി. താന്യം പഞ്ചായത്തിലെ വാർഡ് 6 തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷിന് തുക കൈമാറി. വാർഡ് മെമ്പർ മീന സുനിൽ, തൊഴിലുറപ്പ് മേറ്റുമാരായ മല്ലിക, മദനൻ, ലത ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. അഞ്ചേരി കുണ്ടോളിയിൽ ചതുപ്പിലകപ്പെട്ട പശുവിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കുണ്ടോളി വീട്ടിൽ രാമചന്ദ്രന്റെ വളർത്തുപശുവാണ് വീടിന് സമീപത്തെ ചതുപ്പിൽ കുടുങ്ങിയത്. സ്കൂബ ടീം അംഗങ്ങളായ ജിമോദ്, കൃഷ്ണപ്രസാദ് എന്നിവർ ചതുപ്പിലിറങ്ങി പശുവിനെ സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷാനവാസ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി നാട്ടിക നിയോജക മണ്ഡലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം BG വനജകുമാരി, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത തുടങ്ങിയവർ സംസാരിച്ചു. 365 കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചിറമൽ ഉദ്ഘാടനം നിർവഹിച്ചു. വാടാനപ്പള്ളി ജനതാ ഗ്രൂപ്പിന്റെ സ്ഥാപകരിൽ ഒരാളായ KP തോമസിന്റെ സ്മരണാർത്ഥമാണ് നിർധനരായുള്ള കിഡ്നി രോഗികൾക്ക് ഡയാലൈസർ വിതരണം ചെയ്തത്. ഫിസിയോതെറാപ്പി നടത്തുന്നതിനുള്ള സ്ഥലവും കെട്ടിട കൈമാറൽ ചടങ്ങും നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തളിക്കുളം, വാടാനപ്പള്ളി ഹെൽത്ത് ഇൻസ്പെക്ടർ K ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്ത ബാധിതർക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MB സഹദേവൻ 2 ലക്ഷം രൂപ CC മുകുന്ദൻ MLAക്ക് കൈമാറി. ഭരണസമിതി അംഗങ്ങളായ രാമചന്ദ്രൻ കരാട്ടുപറമ്പിൽ, രതി സുരേന്ദ്രൻ, ബാബു കൊളക്കാട്ടിൽ, സബിത ബൈജു, ബീന ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി പുരോഗമന കലാസാഹിത്യ സംഘം കൊടകര മേഖലാ കമ്മിറ്റി കോടാലി ആൽത്തറയ്ക്കൽ സംഘടിപ്പിച്ച പുസ്തകമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഇഷ്ടമുള്ള തുക സംഭാവനയായി നൽകി ഇഷ്ടമുള്ള പുസ്തകം സ്വന്തമാക്കാൻ കഴിയുന്ന തരത്തിലാണ് പുസ്തകമേള ഒരുക്കിയത്. ഫീനിക്സ് എന്ന പേരിലുള്ള പുസ്തകമേള ഔപചാരികമായ ചടങ്ങുകൾ ഒഴിവാക്കിയാണ് സംഘടിപ്പിച്ചത്. എഴുത്തുകാരൻ ED ഡേവിസ് തന്റെ പുസ്തകത്തിൽ കയ്യൊപ്പ് ചാർത്തി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിക്ക് കൈമാറി മേളയ്ക്ക് തുടക്കം കുറിച്ചു. ചിത്രം വരയും കവിതകളുടെയും നാടൻ പാട്ടുകളുടെയും അവതരണവും ഉണ്ടായി. കവികളും പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകരുമായ കൃഷ്ണൻ സൗപർണിക, സുധീഷ് ചന്ദ്രൻ, പ്രകാശൻ ഇഞ്ചക്കുണ്ട്, രാജൻ നെല്ലായി, ലൈബ്രറി കൌൺസിൽ ഭാരവാഹികളായ MK ബാബു, NS വിദ്യാധരൻ തുടങ്ങിയവർ സന്നിഹിതരായി. പുസ്തകമേളയിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം ഭാരവാഹികൾ പറഞ്ഞു. TCV ന്യൂസ്, കൊടകര. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേത്തല വെസ്റ്റ് യൂണിറ്റ് കൺവെൻഷൻ നഗരസഭാ കൌൺസിലർ EJ ഹ്യുമേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ KK രാമചന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് TK സുരേന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി ANM അഷ്റഫ്, VM ഭാസ്കരൻ, EF ബെന്നി, MA ഉഷാദേവി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഇനിയുള്ള സ്ഥലമേറ്റെടുക്കൽ മാസ്റ്റർ പ്ലാനിന് ശേഷം മതിയെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നവരെ ഷെഡുകളിൽ ഒതുക്കുന്ന പുനരധിവാസം പോരെന്നും ഉണ്ടായിരുന്ന സൌകര്യങ്ങൾ നിലനിർത്തുന്ന വിധത്തിലുള്ള സ്ഥലം വ്യാപാരി സ്ഥാപനങ്ങൾക്ക് അനുവദിക്കണമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആവശ്യപ്പെട്ടു. നേരത്തെ സ്ഥലം നഷ്ടപ്പെട്ട പലർക്കും കച്ചവട സാധ്യതയില്ലാത്ത സ്ഥലത്ത് ഇടുങ്ങിയ സ്ഥലങ്ങളാണ് അനുവദിച്ചത്. ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KB അബ്ദുൽ ഹമീദ്, നിയോജകമണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ, ജോജി തോമസ്, CT ഡെന്നീസ്, പുതൂർ രമേശ്, TT ജേക്കബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ തമ്പുരാൻപടി ഹേമന്താശ്രമത്തിലെ സദ്ഗുരു ഹേമന്ത ശങ്കര സ്വാമിജിയുടെ ജന്മദിനാഘോഷം 20-ാം തീയതി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗുരുവായൂർ ടൗൺ ഹാളിൽ രാവിലെ 5 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ആഘോഷ പരിപാടികൾ നടക്കുക. രാവിലെ 9-ന് ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി സുമേഷ് നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും. സ്വാമിനി ഹേമാംബിക ശങ്കരി, KM അനിൽദേവ്, KK വിഷ്ണുനാരായണൻ, B വിജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹരേരാമ ഹരേ കൃഷ്ണ ട്രസ്റ്റിന്റെ രജത ജൂബിലിയുടെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ആഘോഷ ചടങ്ങുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ L മുരുകൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന് ശേഷം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അഖണ്ഡ നാമജപം ആരംഭിക്കും. നാരായണീയ പാരായണം, അന്നദാനം എന്നിവയുമുണ്ടാകും. ട്രസ്റ്റ് ഭാരവാഹികളായ CA പുരുഷോത്തമൻ, അനിൽ രാഘവൻ, സൗമ്യ വിനോദ്, K വിലാസിനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടക്കടിയൂർ ലൈഫ് കെയർ ഹ്യൂമൻ ഓർഗനൈസേഷന്റെ 16-ാം വാർഷികവും നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് കെയർ പ്രസിഡന്റ് മുജീബ് പുളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. സ്നേക് ക്യാച്ചർ ബീരാൻകുട്ടിയെയും പ്രദേശത്തെ ആംബുലൻസ് ഡ്രൈവർമാരെയും ആദരിച്ചു. ചാവക്കാട് SI പ്രീത ബാബു, ബഷീർ മോഡേൺ, പുന്നിയൂർ പഞ്ചായത്ത് അംഗങ്ങളായ ME ഹൈദരലി, രജനി, സംഘടനാ വൈസ് പ്രസിഡന്റ് ഖലീൽ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച മനുഷ്യഭൂപടം വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. ടാലന്റ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആദൂർ സ്കൂളിന് സമ്മാനിച്ചു. ടാലന്റ് ഒഫീഷ്യലുകളായ രക്ഷിത ജെയിൻ രാജസ്ഥാൻ, ഡോക്ടർ വിന്നർ ഷെരീഫ് എന്നിവർ നിരീക്ഷകരായിരുന്നു. ചിത്രകലാ അധ്യാപകനായ നൌഫാന്റെ നേതൃത്വത്തിൽ ചിത്രകലാ അധ്യാപകരാണ് 20,500 സ്ക്വയർ ഫീറ്റിലുള്ള ഇന്ത്യയുടെ മാപ്പ് സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയത്. സ്കൂൾ ഡയറക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പൽ ഷൈനി ഹംസ, വൈസ് പ്രിൻസിപ്പൽ സാജിദ റസാഖ് തുടങ്ങിയവരും സന്നിഹിതരായി. ശക്തമായ കാറ്റിലും മഴയിലും വരന്തരപ്പള്ളി വേപ്പൂരിൽ വീട് തകർന്നു. വേപ്പൂർ കാട്ടുപറമ്പിൽ ഷാജിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. വീടിന്റെ പുറകുവശവും അടുക്കളയുടെ മേൽക്കൂരയും പൂർണ്ണമായും തകർന്നു. ഷാജിയും ഭാര്യയും കുട്ടികളും വീടിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
കുമരനെല്ലൂർ ശ്രീ കറുവണ്ണ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം ഇല്ലനിറ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി അനൂപ് കുട്ടഞ്ചേരി, കീഴ്ശാന്തി വിഷ്ണു, അരുണൻ വാര്യർ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നാമജപ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലളിത സഹസ്രനാമ പാരായണവും ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാടാനപ്പള്ളി പഞ്ചായത്തിൽ 5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ 15-ാം വാർഡിലെ EMS ലിങ്ക് റോഡ് നാടിന് സമർപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷയായി. വാർഡ് മെമ്പർ ഷൈജ ഉദയകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ രന്യ ബിനീഷ്, ശ്രീകല ദേവാനന്ദ്, സന്തോഷ് പണിക്കശ്ശേരി, CM നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻസർ ബാധിതരായ ആറ്റത്ര സ്വദേശികളായ ദമ്പതികൾ തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ആറ്റത്ര കണ്ണനായ്ക്കൽ ബാബു, ഭാര്യ എൽസി എന്നിവരാണ് 7 വർഷത്തോളമായി ക്യാൻസർ രോഗത്താൽ ആശുപത്രികൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട്. എൽസിക്കാണ് ആദ്യം രോഗബാധ കണ്ടെത്തിയത്. തുടർന്ന് നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. നിരവധി തവണ ശസ്ത്രക്രിയകൾ നടത്തിയതിനെ തുടർന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് കുടുംബനാഥനായ ബാബുവിനും 2020-ൽ ക്യാൻസർ പിടിപെടുന്നത്. ഇതോടെ ഉപജീവനത്തിനും ചികിത്സയ്ക്കും പണം കണ്ടെത്താനാകാതെ ദുരിതത്തിലായി ഈ കുടുംബം. 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്. വിവാഹം കഴിപ്പിച്ചു വിട്ടതാണെങ്കിലും മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് ജോലി പോലും നഷ്ടപ്പെടുത്തി മക്കൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും 1 മാസത്തെ ചികിത്സാ ചെലവിന് മാത്രമായി 36,000-ഓളം രൂപ വരുന്നുണ്ടെന്ന് മൂത്ത മകൾ ബിൻസി ബാബു പറയുന്നു. അപ്പച്ചന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ്. 2020-ലാണ് അപ്പച്ചനെ കണ്ടത്. 4 വർഷമായി. അമ്മയ്ക്ക് 2017 മുതൽ, അതായത് തൈറോയ്ഡ് ക്യാൻസർ, അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ബ്രസ്റ്റ് ക്യാൻസർ, അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഓവറി, പെരിറ്റോണിയൽ, ആ ഭാഗങ്ങളൊക്കെ സർജറി കഴിഞ്ഞു. ഫണ്ട് ഞങ്ങൾക്ക് വേറെ ഇല്ല. കാരണം കാരുണ്യ ഫണ്ട് അനുവദിച്ച് 2 ലക്ഷവും കഴിഞ്ഞു. അതുപോലെ ഇനി അപ്പച്ചനെ ഒരു അമ്മയ്ക്കായിരുന്നു ആദ്യം വന്നത്, അതിനുശേഷം അപ്പച്ചനെ വന്നേ. കുടുംബത്തിന് വേറൊരു വരുമാന മാർഗവും ഇല്ല. നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായത്താലാണ് ഇതുവരെയുള്ള ചികിത്സകൾ നടത്തിപ്പോന്നത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ ഇതുവരെ നാട്ടുകാരും മറ്റും സഹായിച്ചുവെങ്കിലും തുടർ ചികിത്സയ്ക്കായി കൂടുതൽ പണം കണ്ടെത്തുന്നതിനായി സുമനസ്സുകളുടെ സഹായം വേണമെന്ന് വാർഡ് മെമ്പർ റിജി ജോർജ് പറഞ്ഞു. പറയാൻ മാത്രം വരുമാനം എവിടുന്നും കിട്ടാനില്ല. ഇത്രയും നാള് ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് ഇവർക്ക് ഈ മരുന്നൊക്കെ വാങ്ങാനും ഒക്കെ പറ്റിയിരുന്നത്. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് ഇപ്പൊ കുറച്ച് നാളായിട്ട് അതും ഇല്ല. മരുന്ന് മാത്രമല്ല, ബാഗ് കൂടി ആകുമ്പോൾ അവർക്ക് ഒരു മാസം തന്നെ 50,000-ന് മുകളില് മരുന്നിന് മാത്രമായിട്ട് വരുന്നുണ്ട്. ചികിത്സാ ധനസമാഹരണത്തിനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ രക്ഷാധികാരിയും പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ കൺവീനറും വാർഡ് മെമ്പർ റിജി ജോർജ് ചെയർമാനുമായും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PM സജി, PK മാധവൻ എന്നിവരടങ്ങിയ ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബിൻസി ബാബുവിന്റെ പേരിലുള്ള വടക്കാഞ്ചേരി SBI ശാഖയിലെ 4298892925 എന്ന അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്നതാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ചേലക്കര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുറുമല GLP സ്കൂളിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ലയൺസ് സോൺ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രേംകുമാർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. അരിമ്പൂർ 4-ാം കല്ല് കായൽ റോഡിലെ കുഴികളടച്ച് യുവാക്കൾ. ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാർ എന്ന ജീവകാരുണ്യ കൂട്ടായ്മയിലെ 15ഓളം അംഗങ്ങൾ ചേർന്നാണ് റോഡിലെ കുഴികളടച്ച് താൽക്കാലിക പരിഹാരം കണ്ടത്. കൂട്ടായ്മ പ്രസിഡന്റ് സുഭാഷ് അരിമ്പൂർ, സെക്രട്ടറി KP മനു, രക്ഷാധികാരി മനോജ് വെള്ളപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭയിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അടാട്ട് വെസ്റ്റ് യൂണിറ്റ് കൺവെൻഷൻ പുറനാട്ടുകര BMC ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം A രാമചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി T രാമചന്ദ്രൻ, ധർമ്മരാജ് അടാട്ട്, റീത്ത മാത്യൂസ്, NV പൊന്നമ്മ തുടങ്ങിയവർ സംസാരിച്ചു.
ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6530 രൂപ, പവന് 52,240 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3183 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ സഹോദരങ്ങൾ ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായി. ചാമക്കല സ്വദേശികളായ വൈഷ്ണവ്, ജിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ കുറ്റിപ്പുറം റോഡിൽ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെ വ്യാഴാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. ചാലക്കുടി കൂടപ്പുഴയിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് വ്യാപാരി മരിച്ചു. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ വ്യാപാരി എലഞ്ഞിപ്ര സ്വദേശി ഫ്രാൻസിസ് ആണ് മരിച്ചത്. ചാവക്കാട് തിരുവത്രയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായി 2 പേർക്ക് പരിക്ക്. ചേലക്കര ഉതുവടിയിൽ ഒരു സംഘം ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. വെങ്ങാനല്ലൂർ സ്വദേശി നെല്ലിപ്പറമ്പിൽ അനീഷിനാണ് മർദ്ദനമേറ്റത്. ഓട്ടോറിക്ഷയും തല്ലി തകർന്നു. മാളയിൽ സ്വകാര്യ വ്യക്തിയുടെ വഴി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപിരിച്ചതിൽ വീഴ്ച സംഭവിച്ചതായി തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ്മാൻ. തൊഴിലാളികൾക്ക് നൽകിയ വേതനം ഉദ്യോഗസ്ഥർ 15 ദിവസത്തിനകം തിരിച്ചടക്കണമെന്നും നിർദ്ദേശം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുകയാണ്. നമസ്കാരം.